നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ജവാദ് മുസ്തഫ വി ആണ്. എന്തുകൊണ്ടാ ഈ പേര് ഇങ്ങനെ ഇരിക്കുന്നേ? മുസ്തഫ വി, മുസ്തഫ എന്നുള്ള പേരല്ലേ നമ്മൾ എല്ലായിടത്തും കാണുന്നേ? ഓക്കെ, അത് യമനിലെ ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു സൂഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷെയ്ഖ് ഹബീബ് ഉമർ സ്ഥാപിച്ച അദ്ദേഹം നൽകുന്ന ആ, ഒരു സൂഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഉം. അപ്പൊ അവിടെ പഠിച്ച ആളുകൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ സക്കാഫി എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പൊ മർക്കസു സക്കാഫത്തിൽ സുന്നിയിൽ പഠിച്ച ആളുകൾ സക്കാഫി, ഈജിപ്തിൽ അൽ അസറിൽ പഠിച്ച ആളുകൾ അസ്ഹരി എന്നൊക്കെ പറയുന്ന പോലെ ഇതിലേക്ക് ചേർത്ത് വിളിക്കുന്നതാണ്. ഉം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പഠിച്ച ആളുകളെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ട ഹബീബ് ഉമർ ഉസ്താദിന്റെ ശിഷ്യനാണല്ലേ അങ്ങ്? അതെ, അതെ, അതെ. കാന്തപുരം ഉസ്താദ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? കാന്തപുരം ഉസ്താദ്, എനിക്ക് തോന്നുന്നു ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾ ഉസ്താദിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മറ്റു പലരും ബന്ധപ്പെട്ടിരുന്നു. ഉം. ഈ അവസാന ഘട്ടത്തില് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത് യമൻ ആയതുകൊണ്ട് തന്നെ നിലവിൽ വളരെ അരക്ഷിതമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പൊ അവസാന ഒരു ഘട്ടത്തിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന് വന്നപ്പോഴാണ് ഉസ്താദ് തന്റെ സൗഹൃദം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നത്. ഉം. അപ്പൊ അങ്ങനെയാണ് ഈ ഹബീബ് ഉമറുമായിട്ട് ബന്ധപ്പെടുന്നതും ഈ കുടുംബത്തിലേക്ക് എത്താനുള്ള വഴികളൊക്കെ എളുപ്പമാകുന്നത്. ഉം. അദ്ദേഹമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ മലയാളികൾക്ക് ഹബീബ് ഉമർ ഉസ്താദുമായിട്ടുള്ള? ഹബീബുമായിട്ട് ഒന്ന്, ഈ യമനില് കാന്തപുരം എന്ന് പറയുന്നത് വളരെ പോപ്പുലറാ. ഞാനവിടെ പഠിക്കുമ്പോൾ തന്നെ യമനിൽ മാത്രമല്ല, ഞാനതിന് ശേഷം ഈ അറബ് മധ്യേഷ്യ രാജ്യങ്ങൾ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഇത്തരം കുറച്ചും കൂടി മുസ്ലിം സമൂഹം താമസിക്കുന്ന അറബ് മധ്യേഷ്യൻ പ്രവിശ്യകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എന്റെ തന്നെ വ്യക്തിപരമായ അനുഭവം, അവിടുത്തെ മുസ്ലിങ്ങളെ നമുക്ക് രണ്ട് രൂപത്തിൽ തരംതിരിക്കാൻ കഴിയും. ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഷാറൂഖ് ഖാനെ ചോദിക്കുന്ന ആളുകളും ഷെയ്ഖ് അബൂബക്കറിനെ ചോദിക്കുന്ന ആളുകളും. അപ്പൊ ഈ യമനിൽ തന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുക ഷെയ്ഖ് അബൂബക്കറിനെ അറിയോ, ഷെയ്ഖ് അബൂബക്കറിനെ അറിയോ എന്നല്ലാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് ഷെയ്ഖ് അബൂബക്കറിന്റെ ശിഷ്യനാണ്, അനുയായിയാണെന്ന് പറയുമ്പോൾ ഭയങ്കര സ്വീകരണമായിരിക്കും. ഈ ഒരു ബന്ധം ഇപ്പോ എനിക്ക് തോന്നുന്നു 20-25 വർഷം മുമ്പ് കാന്തപുരം ഉസ്താദ് യമൻ ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് അവിടുത്തെ ഗ്രാൻഡ് മോസ്ക് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. അപ്പൊ മുൻ പ്രസിഡന്റ്, അവിടെ സെക്യുലർ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ പ്രസിഡന്റ് അബ്ദുള്ള സ്വാലിഹും കാന്തപുരം ഉസ്താദും വളരെ അടുത്ത ഒരു ആഴത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. ഈ ഹബീബ് ഉമറുമായിട്ട് അവര് ഒരു സൂഫി പണ്ഡിതൻ, ഇപ്പൊ കാന്തപുരം ഉസ്താദും ഹബീബ് ഉമറും പല ലോക സമ്മേളനങ്ങളും ഒരുമിച്ച് പങ്കെടുക്കുന്ന സൂഫി പണ്ഡിതരാണ്, ഒരേ ആശയം പുലർത്തുന്ന ആളുകളാണ്. ഇപ്പൊ 2004 തന്നെ ഈ ഹബീബ് ഉമർ കേരളത്തിൽ വന്നിട്ടുണ്ട്. മലപ്പുറത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകുന്ന, കാന്തപുരം ഉസ്താദിന്റെ കേരള മുസ്ലിം ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം നേതൃത്വം നൽകുന്ന മഅ്ദിൻ അക്കാദമിയുടെ ശിലാസ്ഥാപന